ജിമ്മുകളിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇപ്പോൾ ധാരാളം ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൊന്നും ജിമ്മല്ല കുറ്റക്കാർ. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ മറ്റൊരു വിശദമായൊരു ലോങ് വീഡിയോയിൽ ഇടുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്ക് നമ്മുടെ ഏത് ആക്ടിവിറ്റി ചെയ്താലും നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ മാക്സിമം ഹാർട്ട് റേറ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇത് അറിയാവുന്ന പലരും കാണും, അവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. അറിയാത്തവരുടെ അറിവിലേക്ക് മാത്രമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. 220 220യിൽ നിന്ന് നിങ്ങളുടെ ഏജ് മൈനസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. അതായത് എനിക്കിപ്പോൾ 40 വയസ്സുണ്ടെങ്കിൽ 220 മൈനസ് ഏജ്, അതായത് 180 ആണ് എൻ്റെ മാക്സിമം ഹാർട്ട് റേറ്റ്. ഒരു മിനിറ്റിൽ എൻ്റെ ഹാർട്ട് ഇടിക്കാൻ പറ്റുന്ന മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമ്മുടെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 180യുടെ ഒരു 80 to 70% വരുന്ന രീതിയിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി. അതായത് ഞാനാണെങ്കിൽ ഒരു 125 തൊട്ട് ഒരു 145 വരെയൊക്കെ വരുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ഒരു കാര്യം കൂടി ആദ്യം പറയട്ടെ, ഈ പറയുന്ന മാക്സിമം ഹാർട്ട് റേറ്റ് എന്നൊക്കെ പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുക. അയാളുടെ കപ്പാസിറ്റി, അയാൾ മുമ്പ് ചെയ്തുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, അയാളുടെ അത്ലറ്റ് ആണോ അല്ലെങ്കിൽ അയാളുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊക്കെ അനുസരിച്ച് മാറാമെങ്കിലും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് 220 മൈനസ് ഏജ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ മാക്സിമം ഹാർട്ട് റേറ്റ് ഒന്ന് മനസ്സിലാലോചിച്ചേക്കുക. അത് വെച്ചിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക.